നിലാക്കീറിലേക്ക് സ്വാഗതം. ഒരു ജ്ഞാനിയായ ഗുരുവിന് നിരവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ വർഷങ്ങളോളം ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചു. പക്ഷേ കാലം കഴിഞ്ഞിട്ടും അവർക്ക് കാര്യമായ മാറ്റമൊന്നും വന്നതായി അദ്ദേഹത്തിന് തോന്നിയതേയില്ല. ഒരു ദിവസം ഗുരു എല്ലാവരെയും വിളിച്ച് ഓരോരുത്തർക്കും ഓരോ സ്വർണ്ണക്കപ്പ് നൽകി. ഗുരുവിൽ നിന്ന് വളരെ വിലപിടിച്ച ഒരു സമ്മാനം ലഭിച്ചതിൽ അവർക്ക് അതിരറ്റ സന്തോഷവും അഭിമാനവുമൊക്കെ തോന്നി. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, ഇനി ഇതിൽ നിന്ന് കുടിക്കൂ. അവർ ആശയക്കുഴപ്പത്തിലായി. അവരിൽ ഒരാൾ ചോദിച്ചു, ഗുരു, ഇത് വെറും ഒരു കപ്പ് മാത്രമല്ലേ, ഉള്ളിൽ കുടിക്കാനൊന്നുമില്ലല്ലോ. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ നോക്കുമ്പോൾ ആ സ്വർണ്ണ കപ്പുകളെ പോലെ തോന്നുന്നു. പക്ഷേ നിങ്ങളെ തേടി വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത്? പുറമേ തിളങ്ങുന്ന ഒരു കപ്പായി മാറാനായിരുന്നോ ഈ പാഠങ്ങളൊക്കെയും? അത് പറഞ്ഞ് ഗുരു നിശബ്ദനായി. അപ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന കപ്പിലേക്ക് വീണ്ടും നോക്കി. തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പരിവർത്തനത്തെക്കുറിച്ച് അപ്പോൾ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ കഥാസന്ദർഭം ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു എന്ന യേശുമൊഴിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പലരും മതവിശ്വാസികളായി കാണപ്പെടുന്നു. അവർ ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ വലിയ നിഷ്ഠയോടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും അവർക്ക് സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ലെങ്കിൽ അവർ ഉള്ളുശൂന്യമായ സ്വർണ്ണക്കപ്പ് പോലെ ആവില്ലേ? ഒരാളുടെ ആത്മീയത അളക്കാനുള്ള ലളിതമായ മാർഗം അയാൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നു എന്നല്ല, അയാൾക്ക് എത്രത്തോളം സ്നേഹിക്കാനാവും എന്നതാണ്. സ്നേഹിക്കാനാകാത്ത ഒരാൾക്ക് പ്രാർത്ഥിച്ചെന്ന് അഭിനയിക്കാൻ മാത്രമേ കഴിയൂ. കാരണം ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമെന്ന ചങ്ങാതിയുടെ കൂടെ യാത്ര പോവുകയാണ്. ആ മഹാകാരുണ്യത്തിൻ്റെ, ആ മഹാസ്നേഹത്തിൻ്റെ, ആ മഹാക്ഷമയുടെ ചൂടും വെളിച്ചവും അഴകുമൊക്കെ ആസ്വദിച്ച് ഒപ്പം നടക്കുന്ന ഒരാൾക്ക് ദൈവത്തെപ്പോലെ ആകാതിരിക്കാൻ കഴിയില്ലല്ലോ. കുരിശേന്തിയ ഒരു ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ട് ഒരാൾക്ക് സ്വാർത്ഥനായിരിക്കാനാവില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിമളമുണ്ടായിരിക്കും. എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? അതൊരു ശീലമായതുകൊണ്ടാണോ? ദൈവത്തെ മനസ്സിലാക്കാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കാനുമാണല്ലോ ശരിയായ പ്രാർത്ഥന. ഒരിക്കൽ ആ സ്നേഹം അനുഭവിച്ച ആൾക്ക് അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനാവില്ല. ഒരു വൃക്ഷത്തിലേക്ക് വസന്തം വന്നു ചേരുമ്പോൾ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് പോലെ ഒരാൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ തൊടുമ്പോൾ അയാളിൽ അതിൻ്റെ അടയാളങ്ങൾ പ്രകാശിതമാവുക തന്നെ ചെയ്യും. ഒരാൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ അയാൾ സ്വർഗത്തിൽ നടപ്പെട്ട ഒരു മരമായി തീരുകയാണ്. സ്വർഗത്തിലെ മരത്തിന് ദൈവികമായ ഫലമുണ്ടായേ മതിയാകും. അതുകൊണ്ട് ശരിയായ പ്രാർത്ഥന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹവും കരുണയും ക്ഷമയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. കാരണം പ്രാർത്ഥനയുടെ തെളിവ് രൂപാന്തരം സംഭവിച്ച ജീവിതമാണ്. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാലോ? എൻ്റെ പ്രാർത്ഥന എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ആത്മീയത എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ശരിയായ ചോദ്യം നാം എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നല്ല, മറിച്ച് പ്രാർത്ഥന നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നുണ്ടോ എന്നതാണ്. എന്നെ രൂപാന്തരപ്പെടുത്താൻ ഞാൻ ദൈവത്തെ അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഒരു കാര്യം ഉറപ്പാണ്, സ്വാർത്ഥതയില്ലാതെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ പ്രാർത്ഥിക്കുന്നവരിൽ ചില അടയാളങ്ങളുണ്ടാവും. അത് ഒരാളിൽ ദൈവം വെളിപ്പെടുന്നതിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. അങ്ങനെ ഞാൻ നീയായി തീരട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.